നമ്മുടെ ജോലിയുടെ കൂടെ ഒരു സൈഡ് വരുമാനം തന്നെയാണ് ഫിഷ് ബ്രീഡിങ്ങിന്റെ പ്രൈമറി ആയിട്ടുള്ള മോട്ടീവ്. എന്നാൽ നിങ്ങളുടെ പരിശ്രമങ്ങളുടെ 1% മാത്രം വിജയിക്കുകയും ബാക്കി 90% ഫെയിലായി പോകുകയും ചെയ്യും. അതിൻ്റെ കാര്യകാരണങ്ങളും പരിഹാരങ്ങളും ഫിഷ് ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകളും എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ കൂടി നോക്കാം. നിങ്ങൾ ചെറിയ തോതിൽ ഫിഷ് ബ്രീഡിംഗ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഫിഷ് ബ്രീഡിംഗ് ചെയ്ത് അതിൽ നിന്നും പണം സമ്പാദിക്കാം എന്നൊരു ആശയത്തിലേക്ക് എത്തിയത്? നമ്മൾ വാങ്ങിച്ചു കൂട്ടിയ ഗപ്പിയോ മോളിയോ ഒരു ദിവസം കുറെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. അപ്പോഴാണ് നമ്മൾ യൂട്യൂബിൽ കയറി എങ്ങനെയാണ് ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ രക്ഷിച്ചെടുക്കേണ്ടത് എന്ന് പഠിക്കുന്നതിനായി ഒരുപാട് വീഡിയോസ് കണ്ടത്. ഈ വീഡിയോസ് കണ്ടപ്പോഴാണ് നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന ഫിഷ് കീപ്പിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ശരിയായ രീതിയിലല്ലെന്നും ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഫിഷ് കീപ്പിംഗ് ചെയ്യേണ്ടത് എന്നും മനസ്സിലാക്കിയത്. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ബ്രീഡിങ്ങിന്റെ സക്സസ് റേഷ്യോ വെറും 1% മാത്രമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിനു മുമ്പായി എങ്ങനെയാണ് നമ്മൾ ബ്രീഡിംഗ് ചെയ്യാൻ പോകുന്നത് എന്ന് ഒന്ന് നോക്കാം. അതിനുശേഷം എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഫിഷ് ബ്രീഡിംഗ് ചെയ്ത് അതിൽ നിന്നും പണം ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞു തരാം. ബ്രീഡിങ്ങിന് തയ്യാറായാൽ നമ്മൾ ഏറ്റവും ആദ്യം പോകുന്നത് ബ്രൂഡ് സ്റ്റോക്കിന് പിന്നാലെയായിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ ബ്രീഡ് ചെയ്യാൻ പോകുന്നത് ഫൈറ്റർ ഫിഷിനെ ആണെന്ന് വിചാരിക്കുക. ഫൈറ്റർ ഫിഷിന്റെ ഏറ്റവും റയർ ആയിട്ടുള്ള ബ്രീഡിനെ ആയിരിക്കും നമ്മൾ ബ്രൂഡ് സ്റ്റോക്ക് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ബ്രൂഡ് സ്റ്റോക്ക് തപ്പിപ്പോകുമ്പോൾ ഫൈറ്റർ ഫിഷിന്റെ വൈവിധ്യമാർന്ന കളറുകൾ കാണുമ്പോൾ നമ്മളുടെ എല്ലാം കണ്ണു മഞ്ഞളിച്ചു പോകും. ജോഡിക്ക് 1200 1500 രൂപ കൊടുത്തുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഫൈറ്റർ ഫിഷിന്റെ ബ്രൂഡ് സ്റ്റോക്കുകൾ നമ്മൾ സംഘടിപ്പിക്കും. ഇത്രയും വില കൊടുത്ത് വാങ്ങിയ മത്സ്യത്തെ ആദ്യത്തെ 1-2 ദിവസം കുപ്പിയിലിടാം. പക്ഷേ അതിന് നല്ല അക്കമഡേഷൻ ആവശ്യമാണ് എന്ന രീതിയിൽ നമ്മൾ ഇവയ്ക്കു വേണ്ടി ടാങ്കുകൾ പണിയുകയോ അല്ലെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക് ട്രേകൾ വാങ്ങിക്കുകയോ ചെയ്തുകൊണ്ട് ഇതിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുകയായി. ബ്രീഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. എഗ് ലോഡഡ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ഫൈറ്ററിനെയും അതിന് യോജിച്ച ഒരു പെയറിനെയും ഒരുമിച്ചിട്ടാൽ 36ാമത്തെ മണിക്കൂറിൽ മുട്ടയിടുകയും 56ാം മണിക്കൂറിൽ മുട്ട വിരിയുകയും ചെയ്യും. ഇവിടെ നിന്നും വരാൻ പോകുന്ന അടുത്ത 6 മാസക്കാലം ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ പരിപാലിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഭീമമായ കടമ്പ. ഇത് വലിയൊരു ദൗത്യമായി നമുക്ക് തോന്നുന്നത് നമ്മൾ ബ്രീഡിംഗ് ചെയ്യുന്നത് ഒരു പാർട്ട് ടൈം ജോലി ആയിട്ടാണ്. എല്ലാ ദിവസവും 2 മുതൽ 4 മണിക്കൂർ വരെയുള്ള നേരം ഈ മത്സ്യക്കുഞ്ഞുങ്ങളുടെ പരിപാലനത്തിനായി നമ്മൾ കമ്പൽസറി ആയി മാറ്റിവെച്ചിരിക്കണം. ഇവയെ ശരിയായ രീതിയിൽ പരിപാലിച്ചില്ലെങ്കിൽ ഈ മത്സ്യക്കുഞ്ഞുങ്ങളെല്ലാം ചത്തുപോകും. നിങ്ങളൊരു സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ വേറെ സ്ഥിരമായ ഒരു ജോലിയുള്ള ആളോ ആണെങ്കിൽ ഇനി വരാൻ പോകുന്ന 6 മാസക്കാലം എല്ലാ ദിവസവും 2 മുതൽ 4 മണിക്കൂർ വരെ ഈ മത്സ്യക്കുഞ്ഞുങ്ങളുടെ പരിപാലനത്തിനായി മാറ്റിവെക്കാനുള്ള സമയം കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് വരില്ല. അത് നിങ്ങളുടെ ഈ ബ്രീഡിംഗ് 99% ഫെയിൽ ആകുന്നതിന് ഒരു കാരണമാണ്. ഇനി നിങ്ങൾ മത്സ്യക്കുഞ്ഞുങ്ങളെ ശരിയായ രീതിയിൽ 6 മാസക്കാലം പരിപാലിച്ച് വളർത്തി വലുതാക്കിയെടുത്തു എന്നിരിക്കട്ടെ. നിങ്ങളുടെ ഈ 6 മാസത്തെ എഫർട്ടിന്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ വിൽക്കണം. എവിടെ കൊണ്ടുപോയി വിൽക്കും? നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു അക്വേറിയം സെലക്ട് ചെയ്യും, അല്ലേ? നമ്മൾ ബ്രൂഡ് സ്റ്റോക്കിന് ജോഡിക്ക് 1200 രൂപ മുടക്കിയാണ് വാങ്ങിച്ചത്. നമ്മൾ ബ്രീഡ് ചെയ്തെടുത്ത മത്സ്യക്കുഞ്ഞുങ്ങളെ ആ വിലയ്ക്ക് വിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ ഇമ്പോർട്ടഡ് ബ്രൂഡ് സ്റ്റോക്കിന്റെ F1 ബാച്ചിന് നമ്മൾ വിൽക്കുന്നതിനായി കടകളെ സമീപിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക ഇത്രയും വില കൂടിയ മത്സ്യങ്ങളെ വാങ്ങിക്കുന്ന ബയേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് വളരെ കുറവാണ്. ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ ആയിരക്കണക്കിന് മത്സ്യങ്ങൾ വിൽക്കാൻ റെഡിയായി ഉണ്ടായിരിക്കും. ശരിയായ ഒരു ബയ്യറെ കണ്ടെത്താനായില്ലെങ്കിൽ നമ്മുടെ 6 മാസത്തെ അധ്വാനം, പണം, സമയം ഇതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയിരിക്കും. ഇന്ന് ഒരുപാട് ആളുകൾ വളരെ സക്സസ്ഫുൾ ആയി ഫിഷ് ബ്രീഡിംഗ് ചെയ്യുകയും അതിൽ നിന്നും ഒരുപാട് പണം സമ്പാദിക്കുകയും ചെയ്യുന്നുണ്ട്. അവരെ പോലെ എങ്ങനെ ഫിഷ് ബ്രീഡിംഗ് സക്സസ്ഫുൾ ആയി ചെയ്യാം എന്ന് നോക്കാം. ആദ്യം തന്നെ ഫിഷ് ബ്രീഡിംഗ് എന്നത് ഒരു ജോലിയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി, അതിന് അതിൻ്റെതായ സീരിയസ്നെസ്സിൽ തന്നെ നമ്മൾ എടുക്കണം. നമുക്ക് വ്യക്തമായ ഒരു പ്ലാനിംഗ് ഉണ്ടായിരിക്കണം. നോളജ് ആൻഡ് എക്സ്പീരിയൻസ്, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, ടൈപ്പ് ഓഫ് ഫിഷ്, ടൈം ആൻഡ് മാർക്കറ്റ്. ഈ 5 കാര്യങ്ങളിലാണ് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കേണ്ടത്. നോളജ് ആൻഡ് എക്സ്പീരിയൻസ്, ബ്രീഡിങ്ങിനെ കുറിച്ചുള്ള നല്ല അറിവും എക്സ്പീരിയൻസും അത്യന്താപേക്ഷിതമായ ഘടകമാണ്.
ഇതിനെക്കുറിച്ച് നല്ല നോളജ് ഇല്ലാതെ ഈ പണിക്ക് ഇറങ്ങരുത്. അത് നിങ്ങളുടെ സമയവും പണവും നഷ്ടപ്പെടുത്തും. നിങ്ങൾക്ക് നോളജും എക്സ്പീരിയൻസും ഇല്ലെങ്കിൽ പേടിക്കേണ്ട. ഗവൺമെന്റിന്റെ 3 to 5 ഡേയ്സ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുണ്ട്. ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫിഷ് ഫാം തുടങ്ങുന്നതിനുള്ള അറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലും കൃഷി വകുപ്പിന്റെ കീഴിലുമാണ് ഇത്തരം അംഗീകൃത ട്രെയിനിങ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുള്ളത്. മേൽപ്പറഞ്ഞ ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോഴാണ് അടുത്ത ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാവുന്നതും അത് അറ്റൻഡ് ചെയ്യാവുന്നതുമാണ്. ഫിഷ് ഫാം എന്ന് പറയുന്നത് വെറും ഒരു നേരം പോക്ക് മാത്രമല്ല, മറിച്ച് നല്ല രീതിയിൽ വരുമാനം ലഭിക്കുന്ന ഈ പ്രൊജക്റ്റിലേക്ക് 1 ലക്ഷം മുതൽ 3 ലക്ഷം വരെ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്നു. കൃഷി വകുപ്പ് സംഘടിപ്പിക്കാറുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ 40 മുതൽ 60% വരെ സബ്സിഡിയോട് കൂടിയുള്ള ലോണുകൾ ലഭ്യമാക്കാറുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തുകളിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ലോണുകൾ സബ്സിഡിയോടുകൂടി വന്നു ചേരാറുണ്ട്. നിങ്ങളുടെ വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം അവസരങ്ങൾ വിനിയോഗിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ലോൺ എടുക്കുന്ന ആൾക്ക് ഫാം തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള സ്ഥലം സ്വന്തം പേരിൽ ഉണ്ടായിരിക്കണം. ടൈപ്പ് ഓഫ് ഫിഷ് കാര്യത്തോടടുക്കുമ്പോൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാ തരത്തിൽപ്പെട്ട മത്സ്യങ്ങളും നമ്മുടെ ഫാമിൽ, അതായത് നമ്മുടെ ഫാം ഇരിക്കുന്ന ആ ഭൂപ്രദേശത്ത് ശരിയായ രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ബ്രീഡ് ആവുകയില്ല എന്നത്. അതുകൊണ്ട് ഏത് തരത്തിൽപ്പെട്ട മത്സ്യമാണോ നമ്മുടെ ഫാമിൽ നല്ല രീതിയിൽ ബ്രീഡ് ആകുന്നത് അതിനെ കണ്ടുപിടിച്ച് ആ മത്സ്യങ്ങളെ ബ്രീഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കൂടുതൽ മത്സ്യങ്ങളെ ബ്രീഡ് ചെയ്യുകയും അതുവഴി കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഇതൊരു കുട്ടികളിയല്ല. ആവശ്യത്തിന് സമയം മത്സ്യപരിപാലനത്തിന് വേണ്ടി മാറ്റിവെക്കാനായില്ലെങ്കിൽ നമുക്കിവിടെ നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മുകളിൽ പറഞ്ഞ വഴികളിൽ കൂടി നിങ്ങൾ കടന്നു വന്നാൽ മാർക്കറ്റ് കണ്ടുപിടിക്കേണ്ട സമയമാകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വിവിധ തരത്തിൽപ്പെട്ട ഒരുപാട് മത്സ്യങ്ങൾ വിൽപ്പനയ്ക്കുണ്ടാകും. അക്വേറിയം കടക്കാരന്റെ ആവശ്യത്തിനനുസരിച്ച് മിതമായ വിലയിൽ മത്സ്യം സപ്ലൈ ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരാണെങ്കിൽ കടക്കാരൻ സ്ഥിരമായി നിങ്ങളിൽ നിന്നും മത്സ്യം വാങ്ങിക്കൊള്ളും. കാരണം ഇന്ന് കേരളത്തിൽ വിൽക്കുന്ന ഒട്ടുമിക്ക അലങ്കാര മത്സ്യങ്ങളും വരുന്നത് കൊൽക്കത്ത, ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമാണ്. കേരളത്തിൽ നല്ല രീതിയിൽ അക്വേറിയം ഫാം ചെയ്യുന്ന കർഷകരെല്ലാം നല്ല രീതിയിൽ അതിൽ നിന്നും പണം സമ്പാദിക്കുന്നുണ്ട്. അലങ്കാര മത്സ്യം വളർത്തി അതിൽ നിന്നും ലാഭം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സും ശരീരവും പൂർണ്ണമായി അതിൽ അർപ്പിച്ചുകൊണ്ട് ഫിഷ് ബ്രീഡിംഗ് തുടങ്ങുക. ജീവിതകാലം മുഴുവൻ വരുമാനം തരുന്ന ഒരു സ്രോതസ്സായി അത് മാറും. ഒരു സൈഡ് ബിസിനസ്സായി ഫിഷ് ഫാമിംഗ് തുടങ്ങി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാം എന്നുള്ളത് വെറും മിഥ്യാധാരണ മാത്രമാണ്. അത് ശരിയായ അർത്ഥത്തിൽ മനസ്സിലാകണമെങ്കിൽ കയ്യിൽ നിന്നും ഫിഷ് ബ്രീഡിംഗ് ചെയ്ത് 10,000ങ്ങൾ നഷ്ടപ്പെടണം. ഹലോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ബൈ.